എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ആദരം 2024 എന്ന പേരിൽ പെരുമ്പറമ്പിൽ നടന്ന ചടങ്ങ് KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ ഓരോ വർഷവും സർക്കാർ വാങ്ങി ലൈബ്രറികളിൽ സൂക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് ആ ലൈബ്രറിയുടെ അടുത്ത് ഈ A+ കിട്ടിയ കുട്ടികൾ പോയില്ലെങ്കിൽ പിന്നെ ഏത് കുട്ടിയാ പോവുക? ഇവർക്കല്ലേ പഠിക്കാനും വായിക്കാനും ഒക്കെ താല്പര്യം. ഇവർ പോയില്ലെങ്കിൽ പിന്നെ ഏത് കുട്ടി പോകും? ഇതിൽ രക്ഷിതാക്കൾക്കും പങ്കുണ്ട്. കാരണം നമ്മളുടെ കുട്ടികളെ എക്സ്ട്രാ റീഡിങ്ങിന് പ്രേരിപ്പിക്കേണ്ടത് രക്ഷിതാക്കളാണ്. എക്സ്ട്രാ റീഡിങ്ങിന് പ്രേരിപ്പിക്കേണ്ടത് രക്ഷിതാക്കളാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു നോവൽ വായിച്ചാൽ ഇപ്പൊ എന്താ, അതുകൊണ്ട് എന്താ ഗുണം? നോവൽ വായിച്ചാൽ ഗുണമുണ്ട്, നമുക്കൊരു സാമൂഹ്യ ബോധമുണ്ടാകും. ഇപ്പൊ ആ കുട്ടി പറഞ്ഞു, ദൈവത്തിന്റെ വികൃതികൾ എന്ന M. കുന്ദന്റെ നോവൽ വായിച്ചപ്പോ ആ കുട്ടിക്ക് കിട്ടിയ പുതിയ അറിവ് എന്താണ്? ഒരു കാലത്ത് ഫ്രഞ്ച് കോളനിയായിരുന്ന മാഹിയുടെ സാമൂഹ്യമായിട്ടുള്ള ജീവിതം, ആളുകൾ തമ്മിലുള്ള ബന്ധം, അവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി, ഇതിനെ സംബന്ധിക്കുന്ന ഒരു അറിവ് നമ്മളുടെ കുട്ടിക്ക് കിട്ടി. വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് CV സുബൈദ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കുട്ടികൾക്കൊക്കെ ശോഭനമായ ഭാവി ഉണ്ടാവട്ടെ. നിങ്ങളെ അനുമോദിക്കാനും ആനന്ദിക്കാനും എത്തിക്കലും നമ്മുടെ പ്രിയപ്പെട്ട MLA-ആണ്. അദ്ദേഹത്തിന്റെ അധ്യാപകനായതിനാൽ നിങ്ങളോട് സംവദിക്കാൻ ഏറ്റവും കഴിവുള്ള വ്യക്തിയായി വേണ്ടി ഞങ്ങൾക്ക് എല്ലാ വർഷവും എത്താറുണ്ട് അദ്ദേഹത്തെ. ചടങ്ങിൽ എടപ്പാൾ പഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ക്ഷമ റഫീഖ്, ദിനേശ് A, ആസിഫ് പൂക്കരത്തറ, വിദ്യാധരൻ, അരുൺലാൽ, ഷീന എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.